എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കപ്പ് ഗ്രീൻ പീസ് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാരറ്റ് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തതും, ഒരു ഉരുളക്കിഴങ്ങ് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തതും, 3-4 പച്ചമുളകും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് വേകാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഒരു വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി അത് വേകുന്ന സമയം കൊണ്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഒരു സവാള ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉണക്കാത്ത പച്ച ഗ്രീൻ പീസാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് ഉണക്കിയ ഗ്രീൻ പീസ് ആണെന്നുണ്ടെങ്കിൽ കുതിർത്തെടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തോളൂ. സവാള നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളക് വാടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി വാടി അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1/2 ടീസ്പൂൺ ഗരം മസാലയും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും മസാലയുടെ മണമെല്ലാം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മസാലയൊക്കെ നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് എല്ലാം കൂടി ചേർത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കഷ്ണങ്ങൾക്ക് വേണ്ടിയുള്ള ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളായിരുന്നു. ഈ സമയത്ത് കറിക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ചതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് 1 മുറി തേങ്ങയുടെ കട്ടി പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് 1 മുറി തേങ്ങയുടെ പാലാണ്. ആ സമയത്ത് അതിലേക്ക് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തിളയ്ക്കേണ്ട ആവശ്യമില്ല. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റായിട്ട് ഇതിലത് കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.